നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് ഷൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സാധനങ്ങൾ നശിപ്പിക്കുന്നു, നിങ്ങൾ പറയുന്ന കേൾക്കുന്നില്ല, അങ്ങനത്തെ കേസുകൾ ഇപ്പൊ കൂടി കൂടി വരുവാണ്. ഇപ്പൊ നമ്മൾക്കും അങ്ങനത്തെ കേസുകൾ വരും. ഇപ്പൊ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ കുട്ടി ആ ഒരു സിറ്റുവേഷനിൽ എത്തിയത്. ചിലപ്പോൾ പാരന്റിങ്ങിന്റെ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു സ്ട്രെസ് ആവാം, അവൻ അത് പുറത്ത് പറയാനൊരു ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ നമ്മൾ ആ കുട്ടിയോട് സംസാരിച്ച് അവരുടെ കറക്റ്റ് ഇഷ്യൂ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, പാരന്റും കൂടെ നമ്മളോട് സപ്പോർട്ട് ചെയ്യുക, നമ്മൾ നിൽക്കുക, എന്നിട്ട് ഒരുമിച്ച് നിന്ന് അവന്റെ ഇഷ്യൂ മാറ്റിയെടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. പകരം എപ്പോഴും ആ കുട്ടി അങ്ങനെയാണ്, ആ കുട്ടി അങ്ങനെയാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ എല്ലായിടത്തും ഞാൻ പറഞ്ഞ അവൻ കേൾക്കത്തില്ല, അങ്ങനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും തോറും ആ കുട്ടി ഭയങ്കര അഗ്രസീവായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബാഡ് ഗൈ ആണ് നല്ലത്, അതായത് വില്ലനാണ് ഹീറോ എന്നുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ട് ഇപ്പോഴത്തെ ടീൻസിന്റെ ഇടയിൽ. കുട്ടികളും വിചാരിക്കുന്നത് ഓക്കെ റിബലായിട്ട് നിൽക്കുന്നതാണ് അടിപൊളി, അങ്ങനെ ഒരു ഇഷ്യൂവും വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഇമിറ്റേറ്റ് ചെയ്യുന്നേ ആയിരിക്കും. അപ്പൊ നമ്മൾ കുട്ടിയെ നമ്മൾ നോക്കി എന്താണ് അവന്റെ ഇഷ്യൂ എന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് എന്തുകൊണ്ടാണ് അവൻ ചിലപ്പോൾ ഷൗട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങളോട് റിബലായി നിൽക്കുന്ന കുട്ടികളിൽ ചിലപ്പോൾ നിങ്ങളുടെ പാരന്റിങ്ങിന്റെ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ട്രോമ ആയിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുള്ള ബുള്ളിങ് ആയിരിക്കാം. നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട അതാണ്. എന്നിട്ട് നമ്മൾ പാരന്റ്സ് എന്ന നിലയിൽ കൂടെ സപ്പോർട്ട് ചെയ്ത് അത് സോൾവ് ചെയ്യാൻ നിൽക്കണം. ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കരുത്. നമ്മൾ ബ്ലെയിം ചെയ്യും തോറും അവൻ നമ്മളോട് അകന്നകന്ന് പോയി ചെയ്യും.